ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഹിന്ദി ചേംബർ. ഞാൻ ബാബു എൻ പനിക്കൽ. ഇന്ന് നമ്മൾ കേരള സിലബസ് +1 ഹിന്ദി ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അതിലെ ഇക്കായി 3 ചാപ്റ്റർ 10 പത്തർ കി ബെഞ്ച് എന്ന് പറയുന്ന ഒരു പദ്യമാണ് നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ചന്ദ്രകാന്ത് ദേവതാളയുടെയാണ് ആ പദ്യം. നമ്മുടെ ക്ലാസിന്റെ പ്രത്യേകത, ക്ലാസ് റൂമിലെ അധ്യാപകന്റെ മുൻപിൽ ഇരുന്ന് നിങ്ങൾ എങ്ങനെയാണോ ഹിന്ദി പഠിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെയും ക്ലാസ്. അതായത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്ത് വയ്ക്കുക, കയ്യിൽ ഇതുപോലെ ഒരു പെന്നോ പെൻസിലോ കരുതുക. ക്ലാസ് എടുക്കുന്ന സമയത്ത് അറിയാൻ വയ്യാത്ത വേർഡിന്റെ മീനിങ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്തിട്ട് മുകളിൽ എഴുതിയെടുക്കുക. വേർഡ് ബൈ വേർഡ്, സെന്റൻസ് ബൈ സെന്റൻസ് ആയിട്ടാണ് നമ്മൾ ക്ലാസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കംപ്ലീറ്റ് മലയാളത്തിൽ നമ്മൾ ഹിന്ദിയുടെ മീനിങ് പറഞ്ഞു തരും. അങ്ങനെയാണ് നമ്മുടെ ക്ലാസിന്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ നന്നായിട്ട്, വളരെ ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഒരു പെൻസിലോ പേനയോ കയ്യിൽ കരുതുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. പത്തർ കി ബെഞ്ച്, കല്ലുകൊണ്ടുള്ള ഒരു ബെഞ്ച്. എന്താണ് കല്ലുകൊണ്ടുള്ള ബെഞ്ചിന് ഇത്രമാത്രം പ്രത്യേകത? ഒരുപാട് പ്രത്യേകതകൾ ശ്രീ ചന്ദ്രകാന്ത് ദേവതാളെ നമ്മളോട് പറയുന്നുണ്ട്. ചന്ദ്രകാന്ത് ദേവതാളയെ കുറിച്ച് നോക്കുമ്പോഴത്തേക്ക് AD 1936 നവംബർ 7-ാം തീയതി മധ്യപ്രദേശിലെ ബൈതൂൽ ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത്. ഹഡിയോമേം ചിബാജ്വർ, ദീവാരോं पर घुंसी, लक्कड़ बत्था हंस रहा है, रोशनी के मैदान की तरफ, भूखंड तब रहा है, आग हर चीज में बताई गई थी, पत्थर की बेंच, उसके सपने, इतनी पत्थर रोशनी, उजाड़ में संग्रहालय, पत्थर फेंक रहा हूं, ആകാശ് കാ ജാത് ബന ഭയ്യ. ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനകളാണ്. ഈ രചനകളിലൂടെ അദ്ദേഹത്തിന് ധാരാളം പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളിൽ ചിലത് നമുക്ക് നോക്കാം. മുക്തിബോധ് ഫെലോഷിപ്പ്, മാഖൻലാൽ ചതുർവേദി പുരസ്കാർ, മധ്യപ്രദേശ് ശാസൻ കാ ശിഖർ സമ്മാൻ, സൃജൻ ഭാരതി സമ്മാൻ, കവിതാ സമയ പുരസ്കാർ. ഇത്രയും പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇത് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള ധാരാളം പുരസ്കാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ മാത്രമാണ്. ഇനി അദ്ദേഹത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് വേഗത്തിൽ നോക്കാം. സമകാലീന കവിതാക്കെ സശക്ത് ഹസ്താക്ഷർ, സമകാലീന കവിതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തമായ കയ്യൊപ്പ് അദ്ദേഹത്തിനുണ്ട്. പുരാനി പിടി കെ അഗ്രണി കവി, പഴയ തലമുറയുടെ ഏറ്റവും ഉയർന്ന ഒരു കവിയാണ് അദ്ദേഹം. നൂതന വിചാർധാര കെ വാഹക്, നൂതന വിചാർധാരയുടെ വാഹകനാണ്. അതുപോലെ വർത്തമാന വിദ്രൂപതാവും പർ കഠോർ പ്രഹാർ കർണേ വാല, ഇന്നത്തെ പ്രശ്നങ്ങൾക്ക് എല്ലാം അതിന്റെ മേൽ കഠോരമായ പ്രഹരങ്ങൾ ഏൽപ്പിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. സമയ്ക്ക് സച്ചായിക്ക് ചതുർ ചിത്തേരെ, സമയത്തിന്റെ സത്യസന്ധത കാണിക്കുന്ന വ്യക്തി. ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ സവിശേഷതകൾ. ഇനി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട സംഭാവന എന്താണെന്ന് ചോദിച്ചാൽ, കവിതാമേ പീഠിയോം കാ സുഖദുഃഖ പ്രേമ വിരഹിക്ക് സംവേദനശീല സ്മൃതിയോം और ഭവിഷ്യ की ആശങ്കാവും കാ അങ്കൻ. ഇത് അദ്ദേഹത്തിന്റെ കവിതയിലൂടെയുള്ള അദ്ദേഹത്തിന്റെ ഒരു ദേൻ ആണ്, അഥവാ അദ്ദേഹത്തിന്റെ സംഭാവനയാണ്, കോൺട്രിബ്യൂഷൻ ആണ് എന്ന് പറയാം. കവിതയില് തലമുറയുടെ സുഖദുഃഖം, പ്രേമവും വിരഹതയും, അതിലൂടെ ഉണ്ടാകുന്ന സെൻസിറ്റീവ്നെസ്, അതിന്റെ ഓർമ്മകൾ, ഭാവിയിലെ ആശങ്കകൾ, ഇതെല്ലാം അദ്ദേഹത്തിന്റെ സംഭാവനയിൽപ്പെടുന്നതാണ്. ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ പദ്യമായിട്ടുള്ള
പത്ഥർ കി ബെഞ്ച് നമുക്ക് നോക്കാം. പത്ഥർ കി ബെഞ്ച് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയ പദ്യമാണ്. പത്ഥർ കി ബെഞ്ച് ജിസ് പർ रोता हुआ बच्चा बिस्किट कुतरते चुप हो रहा है. പത്ഥർ കി ബെഞ്ച്, കൽ കൊണ്ട് നിർമ്മിച്ച ബെഞ്ച്. ജിസ് പർ रोता हुआ കരയുന്ന, ബച്ച കുട്ടി, ബിസ്ക്കറ്റ് കുതർത്തെ ബിസ്ക്കറ്റ് കാർന്ന് കൊണ്ട്, ചുപ്പ് ഹോ രഹാ ഹേ എന്താണ് മിണ്ടാതിരിക്കുന്നു. ആ കൽബെഞ്ചില് ഒരു കരഞ്ഞ കുട്ടി ബിസ്ക്കറ്റ് കയ്യിൽ കിട്ടിയപ്പോൾ അത് കാർന്ന് കഴിച്ചുകൊണ്ട് അവൻ മിണ്ടാതിരിക്കുന്നു. ജിസ് പർ ഏക് ഥകാ യുവക്, പിന്നെ അതിലൊരു സ്ഥലത്ത് ഒരു ഥകാ യുവക്, ഒരു ക്ഷീണിതനായ ഒരു യുവാവ് अपने कुचलते हुए सपनों को सहला रहा है. ചവിട്ടി മെതിക്കപ്പെടുന്ന, കുചൽത്തെ ഹുയെ ചവിട്ടി മെതിക്കപ്പെടുന്ന, സ്വപ്നോങ്കോ മാനെ സ്വപ്നങ്ങളെ, സഹലാരഹാഹേ എന്ത് ചെയ്യുന്നു, സഹലാരഹാഹേ തലോടുന്നു എന്ന് പറഞ്ഞാൽ അവൻ ഇങ്ങനെ സ്വപ്നങ്ങളെ തലോടിക്കൊണ്ടിരിക്കുന്നു. ഓരോ സ്വപ്നങ്ങളെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ജിസ് പർ ഹാത്തോം സേ ആംഖേം ടാംബ്, ജിസ് പർ ഹാത്തോം സേ ആംഖേൻ ടാംബ് കണ്ണ് മൂടിക്കൊണ്ട്, ടാംബന എന്ന് പറഞ്ഞാൽ മൂടുക എന്നാണ്, കൈകൊണ്ട് ഇങ്ങനെ കണ്ണ് അടച്ചു പിടിച്ചുകൊണ്ട്. ഏക് റിട്ടയേർഡ് ബൂട്ട ഭർ ദോപഹരി സോ രഹാ ഹേ. ഏക് റിട്ടയേർഡ് ബൂട്ട എന്ന് പറഞ്ഞാൽ റിട്ടയേർഡ് ആയിട്ടുള്ള, ജോലിയിൽ നിന്ന് വിരമിക്കപ്പെട്ട ഒരു വയസ്സനായ ഒരു വ്യക്തി. ദോപഹരി സോരഹാഹെ, ദോപഹരി ഉച്ചയുറക്കം, ദോപഹരി സോരഹാഹെ ഉച്ചയുറക്കം ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. ജിസ് പർ വേ ദോനോം ജിന്ദഗി കെ സപ്നെ ബുൻ രഹേ ഹേ. അങ്ങനെ അവര് രണ്ടുപേരും ജീവിതത്തിന്റെ സ്വപ്നങ്ങൾ നെയ്തുകൊണ്ടിരിക്കുന്നു. ആരാണ് രണ്ടുപേരും? ആ ചെറുപ്പക്കാരൻ സ്വപ്നങ്ങളുടെ ലോകത്ത് അവൻ ജീവിതം സ്വപ്നങ്ങൾ കൊണ്ടിങ്ങനെ തലോടിക്കൊണ്ടിരിക്കുന്നു. മറ്റൊരാള് റിട്ടയർഡായ വയസ്സനായ ഒരു വ്യക്തി ഉച്ച ഉറക്കത്തിലൂടെ തന്റെ ജീവിതത്തിന്റെ സ്വപ്നം നെയ്തുകൊണ്ടേ ഇങ്ങനെ ഇരിക്കുന്നു. പത്ഥർ കി ബെഞ്ച് ജിസ് പർ അങ്കിത് ഹേ ആംസു ധക്കാൻ വിശ്രാം ഔർ പ്രേം കി സ്മൃതിയാം. ഇനി ആ ബെഞ്ചിനോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ചില കാര്യങ്ങളാണ്. എന്താണ്? ജിസ് പർ അങ്കിത് ഹേ ആംസു ഓർ ആംസു എന്ന് പറയാം, ആസു എന്ന് പറയാം. അപ്പൊ ജിസ് പർ അങ്കിത് ഹേ ആസു, അതിലോ കണ്ണുനീരിന്റെ അടയാളങ്ങളുണ്ട്. ധകാൻ ക്ഷീണം, വിശ്രാം വിശ്രമം, അവർ പ്രേം കി സ്മൃതിയാം, ആ കല്ലിനോട് ചോദിച്ചാൽ ആ കല്ല് ഇത്രയും കാര്യങ്ങൾ പറയും. കണ്ണുനീരിന്റെ കാര്യം പറയും, ക്ഷീണത്തിന്റെ കാര്യം പറയും, അതുപോലെ വിശ്രമത്തിന്റെ കാര്യം പറയും, പ്രേമത്തിന്റെ സ്മൃതികൾ. ആ ബെഞ്ചിൽ ഇരുന്ന് ഓരോരുത്തരും ഓരോ ചിന്തിക്കുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ച് കല്ലിന് ഒരു ആത്മാവ് കൊടുത്താൽ, ഒരു മാനുഷിക പരിവേഷം കൊടുത്താൽ, ആ കല്ല് ഓരോരുത്തരും വന്നിരുന്ന് ചിന്തിക്കുന്നതും ഓരോരുത്തരും പൊഴിക്കുന്ന കണ്ണുനീരുകളെ കുറിച്ചും ഓരോരുത്തരും അനുഭവിക്കുന്ന സ്നേഹത്തിന്റെ സ്മൃതിയെക്കുറിച്ചും ഒക്കെ കല്ലിന് സംസാരിക്കാൻ കഴിവുണ്ടെങ്കിൽ വളരെ മനോഹരമായി അത് എക്സ്പ്ലെയിൻ ചെയ്യുമെന്നാണ് കവി നമ്മളോട് പറയുന്നത്. ഇസ് പത്ഥർ കി ബെഞ്ച് കെ ലിയെ ഭി ശുരു ഹോ സക്താ ഹേ കിസി ദിൻ ഹത്യാവോം കാ സിൽസില. ഇസ് പത്ഥർ കി ബെഞ്ച് കെ ലിയെ ഭി, ഈ കല്ലിന്റെ ബെഞ്ചിന് വേണ്ടിയും ശുരു ഹോ സക്താ ഹേ കിസി ദിൻ, ആരംഭിച്ചിട്ടുണ്ടാവും, കിസി ദിൻ ഏതെങ്കിലും ഒരു ദിവസം. ഇപ്പൊ കിസി ദിൻ ഹത്യാവോം കാ സിൽസില ഇസ് പത്ഥർ കി ബെഞ്ച് കെ ലിയെ ഭി ശുരു ഹോ സക്താ ഹേ. ഹത്യയുടെ പരമ്പര തന്നെ ഈ കൽ ബെഞ്ചിനു വേണ്ടി ഒരു കാലത്ത് ഏതെങ്കിലും ഒരു ദിവസം, ഒരിക്കൽ കൊലപാതകങ്ങളുടെ പരമ്പരകൾ പോലും ഈ കല്ലിനു വേണ്ടി ആരംഭിക്കാൻ സാധ്യത ഉണ്ട്. ഇസേ ഉഖാഡ് കർ ലേ ജായ അഥവാ തോട് ഭി ജാ സക്താ ഹേ. ഇതിനെ ഉഖാടന എന്ന് പറഞ്ഞാൽ, ഉഖാഡ് കർണ എന്ന് പറഞ്ഞാൽ പിഴുത് കളയുക, സിൽസില എന്ന് പറഞ്ഞാൽ പരമ്പര, ഉഖാഡ് കർലേന പിഴുത് കൊണ്ടുപോവുക, അഥവാ തോടാ ഭി ജാ സക്താ ഹേ. തോടാജാന എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുക, തോടാജാന നശിപ്പിക്കുക. അറിയാൻ വയ്യാത്തവർ തോട എന്നുള്ളതിന്റെ
അടിയിൽ വരയിട്ടിട്ട് മുകളിൽ അതിന്റെ മീനിങ് മലയാളത്തിൽ എഴുതി എടുക്കുക, നശിപ്പിക്കുക. ഉഖാട് കർണ എന്ന് പറഞ്ഞാൽ പിഴുത് കളയുക. അതേപോലെ ചെയ്യുക നിങ്ങൾ. സിൽസില അഥവാ പരമ്പര അണ്ടർലൈൻ ചെയ്യുക, മുകളിൽ എഴുതിയെടുക്കുക. അഥവാ തോടാ ഭി ജാ സക്താ ഹേ, പിഴുതു കളയാൻ അല്ലെങ്കിൽ നശിപ്പിച്ചു കളയുവാനും സാധിക്കും. പദാനഹിം സബ്സെ പഹലെ കോൻ ആസീൻ ഹുവാ ഹോഗ, അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള, വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ ബെഞ്ചിൽ ആരാണ് ആദ്യം ഇരുന്നിട്ടുള്ളത്? ഇസ് പത്ഥർ കി ബെഞ്ച് പർ പദാനഹിം കോൻ ആസീൻ ഹുവാ ഹോഗ, ആരാണ് ആദ്യമായിട്ട് ഈ ബെഞ്ചിൽ ഇരുന്നിട്ടുള്ളത് എന്നാണ് കവി ഈ പദ്യത്തിലൂടെ അവസാനത്തെ വരികളിൽ ചോദിച്ചിരിക്കുന്നത്. അതായത് അവസാനത്തെ വരികളിൽ കവി പറഞ്ഞിരിക്കുന്നത്, ഞാൻ മലയാളത്തിൽ മാത്രം പറയാം, ഒരിക്കൽ ഈ കൽ ബെഞ്ചിന് വേണ്ടി കൊലപാതക പരമ്പരകൾ തന്നെ ആരംഭിക്കാൻ സാധ്യതയുണ്ട്. ഇത് പിഴുതെടുത്തുകൊണ്ട് പോകാനോ തകർത്ത് കളയാനോ കഴിഞ്ഞേക്കാം സാധ്യതയുണ്ട്. ഈ കൽബെഞ്ചിൽ ആദ്യം ഇരുന്നിട്ടുണ്ടാകുന്നത് ആരാണ് എന്ന് അറിയില്ല. അതാണ് കവി പറയുന്നത്. പത്ഥർ കി ബെഞ്ച് എന്ന് പറയുന്ന ഈ കവിത, വളരെ മനോഹരമായ ഈ കവിത, ആ പത്ഥർ കി ബെഞ്ച് ഏതോ ഒരു പൂന്തോട്ടത്തിൽ കിടക്കുന്ന ആ കൽ ബെഞ്ചിൽ ഒത്തിരി ആളുകൾ വന്ന് ഇരിക്കുകയും അവരുടെ ദുഃഖങ്ങളും അവരുടെ കഷ്ടതകളും അവരുടെ ക്ഷീണവും അവരുടെ പ്രേമ വിരഹതയും അവരുടെ ദുഃഖത്തിന്റെ കണ്ണുനീരുകളും എല്ലാം ഒരു പരിധിവരെ അതിന് ഒരു പരിഹാരം കണ്ടിരുന്ന ഒന്നാണ് ഈ പത്ഥർ കി ബെഞ്ച്. കവി അവസാനം ചോദിക്കുകയാണ്, ആരാണോ ഇത് ഈ ബെഞ്ച് നിർമ്മിച്ചതിന് ശേഷം ആദ്യമായി ഇതിലിരുന്ന വ്യക്തി ആര്? കവിയുടെ ആ ഒരു സംശയത്തോടു കൂടെയാണ് കവിത അവസാനിപ്പിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ പദ്യത്തിന്റെ മലയാളം നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ മറ്റുള്ളവർക്കായിട്ട് നിങ്ങൾ ഇത് ഷെയർ ചെയ്യുക. അതുപോലെ ആദ്യമായിട്ടാണ് നമ്മുടെ ക്ലാസ് പങ്കെടുക്കുന്നവർ ഉണ്ടെങ്കിൽ അവര് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട. വീണ്ടും ഞാനിടുന്ന ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കാണുന്ന ബെല്ലൈക്കണിലെ ഓൾ ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ മതിയാകും. അപ്പോൾ നമ്മളുടെ ക്ലാസ് 1 by 1 ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.